അത് വെള്ളമായിട്ട് ഈ ഭൂമി മുഴുവൻ പ്രളയമാകും. ഒരു വൻ പ്രളയം നമ്മളെ കാത്തിരിക്കുന്നു. അത് വരാൻ അനുവദിക്കണോ അതോ അത് തടയണോ? ഹായ്, എൻ്റെ പേര് പാർവതി. എൻ്റെ പേര് സംസ്കൃതി. എൻ്റെ പേര് ആലിയ. പ്രകൃതി ഇപ്പോൾ ഒരുപാട് ഭീഷണികൾ നേരിടുകയാണ്. അതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ സാർ? ഈ പ്രകൃതിയിലേക്ക് നോക്കൂ. പച്ചപ്പുകൾ കൊണ്ട് നമ്മെ ആകർഷിക്കുന്ന എത്ര മനോഹരമാണ് ഈ പ്രകൃതി. നമ്മുടെ ഭൂമിയെ പച്ചപ്പട്ടണിയിച്ച് ഒരു നല്ല ഭംഗി കാഴ്ച തരുന്ന ഈ ഭൂമി അതിന്ന് മാത്രം മതിയോ? നാളെയും വേണ്ടുന്ന ഭൂമിയല്ലേ ഇത്? ഇത് ഇങ്ങനെ നിലനിർത്തണോ നശിപ്പിക്കണോ? ധാരാളം മരങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ ഈ പച്ചപ്പട്ട് നാം ഭംഗിയെ കാണുന്നത്? ഒന്ന് ചിന്തിക്കൂ. മരങ്ങൾ നമുക്ക് ഭക്ഷിക്കാൻ പഴങ്ങൾ തരുന്നില്ലേ? പല ചെടികളുടെയും മരങ്ങളുടെയും ഇലകൾ നാം ഭക്ഷിക്കാറില്ലേ? മരങ്ങളുടെ ഫലങ്ങൾ പലതും പഴങ്ങളല്ലാതെയും നമുക്ക് ഭക്ഷണമല്ലേ? കത്തിക്കാൻ വിറക് തരുന്നില്ലേ? പല മരങ്ങളുടെയും വേരുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പലവിധ മരുന്നുകളും ഉണ്ടാക്കുന്നതെന്നറിയാമോ? മരങ്ങളുടെ വേരുകളൊക്കെ ഇല്ലെങ്കിൽ പല മരുന്നുകളും അപ്രത്യക്ഷമാവും. നാം ജീവിക്കുമ്പോൾ ദിവസവും ശ്വസിക്കുന്നുണ്ട്. നാം അകത്തോട്ടെടുക്കുന്നത് ഓക്സിജനാണ്, ശ്വസിച്ചു പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ്. അങ്ങനെ ദിവസവും കോടാനുകോടി ജനങ്ങൾ ഈ ഓക്സിജൻ ശ്വസിച്ച് ഉപയോഗിച്ച് തീർക്കുമ്പോൾ എന്തുകൊണ്ട് വായുവിൽ ഓക്സിജൻ കുറയുന്നില്ല? ചിന്തിച്ചിട്ടുണ്ടോ? നാം ശ്വസിച്ച് പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് ഓക്സിജനാക്കി തിരിച്ചു തരുന്നത് മരങ്ങളാണ്. അപ്പൊ മരങ്ങളില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. നാം ശ്വസിച്ചു തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പിന്നെ ആര് ഓക്സിജനാക്കി തരും? നാം പിന്നെ എങ്ങനെ ശ്വസിക്കും? പിന്നെ എങ്ങനെ ജീവിക്കും? ജീവിക്കാൻ ശ്വസിക്കണ്ടേ? അതിന് ഓക്സിജൻ വേണ്ടേ? മരങ്ങളല്ലാതെ അതിന് മറ്റൊരു മാർഗമില്ല തന്നെ. അപ്പൊ ഈ മരങ്ങളെ നമ്മൾ സംരക്ഷിക്കണ്ടേ? ഭക്ഷണവും മരുന്നും വിറകും മാത്രമാണോ മരങ്ങൾ തരുന്നത്? ഇത് നോക്കൂ. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സാധനം എന്താ? ഒരാപ്പിൾ. ഇതിനെ ഒരു ഭൂമിയായിട്ടൊന്ന് സങ്കല്പിക്കും. ഞാൻ ഇതിനെ 2 പീസുകളായിട്ട് മുറിക്കുകയാണ്. ഈ മുറിച്ച ഒരു കഷ്ണം നോക്കൂ. ആപ്പിളിനെ നാം കഴിക്കുന്ന ഭാഗത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം ചെറുതാണ് ആ തൊലിയുടെ വണ്ണം എന്ന് നോക്കൂ. വളരെ 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 ലോലമായ കനം കുറഞ്ഞ ഭാഗമല്ലേ ആപ്പിളിന്റെ തൊലി? ഇതുപോലെ തന്നെയാണ് ഭൂമിയിലും. ഫെർട്ടൈൽ സോയിൽ, ഫലഭൂയിഷ്ഠമായ ഭൂമി 1 ഇഞ്ച് കനത്തിൽ ഉണ്ടാകണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വരും 1 ഇഞ്ച് വളക്കൂറുള്ള മണ്ണുണ്ടാകാൻ. പക്ഷേ ഒരൊറ്റ മഴ മതി ഈ വളക്കൂറുള്ള മണ്ണ് അത്രയും ഒലിച്ചു പോകാൻ. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുണ്ടായ ഈ 1 ഇഞ്ച് വളക്കൂറുള്ള ഭൂമി ഒഴുകിപ്പോകാൻ ഒരൊറ്റ മഴ മതി. പക്ഷെ എത്ര മഴ പെയ്തിട്ടും അത് ഒലിച്ചു പോകുന്നില്ല. എന്തുകൊണ്ടാണ്? മരങ്ങളുടെ വേരുകൾ ഈ വളക്കൂറുള്ള മണ്ണിനെ സംരക്ഷിക്കുന്നു. മരങ്ങളുടെ വേരുകളാണ് ഈ മണ്ണൊലിപ്പ് തടയുന്നത്. എന്തുകൊണ്ട് ഉരുൾപൊട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു? മനുഷ്യൻ ദുരാർത്തി മൂലം ആവശ്യത്തിലധികം മരങ്ങളിൽ നിന്ന് മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ മണ്ണിൽ മരങ്ങളുടെ വേരുകൾ ഇല്ലാതാകുന്നു. മണ്ണൊലിപ്പ് തടയപ്പെടുന്നില്ല. അത് കൂടിക്കൂടി വരുമ്പോൾ പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും വരുന്നത് സ്വാഭാവികമല്ലേ? നമ്മുടെ പലവിധ ആവശ്യങ്ങളും നിറവേറ്റി തരുന്ന
നമ്മ വിവിധ രീതികളിൽ സംരക്ഷിക്കുന്ന ഈ മരങ്ങളെ സംരക്ഷിക്കാൻ നമുക്കും ബാധ്യതയില്ലേ? വേണം. പക്ഷെ മരങ്ങൾ മുറിച്ചു മാറ്റാതിരിക്കാൻ രക്ഷയില്ല. നമുക്ക് ഫർണിച്ചർ ഉണ്ടാക്കാനും മറ്റും എല്ലാം മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരും. ആ സത്യം വിസ്മരിക്കുന്നില്ല. പക്ഷേ ഒരു മരം മുറിച്ചു മാറ്റുമ്പോൾ പകരം ഒരു 3 വൃക്ഷത്തൈയെങ്കിലും നിങ്ങൾ നടൂ, പരിപാലിക്കൂ. അതിലൊന്നെങ്കിലും ഒരു മരമാവും. മുറിച്ചു മാറ്റപ്പെടുന്ന ഓരോ മരത്തിന് പകരവും 3 വൃക്ഷത്തൈകൾ നട്ടാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രശ്നങ്ങൾ തടയാൻ കഴിയും. എന്നാലും ഒരു മരം മുറിച്ചു മാറ്റുമ്പോൾ പകരം നമ്മൾ നടുന്ന വൃക്ഷത്തെ മരമാകാൻ വർഷങ്ങൾ എടുക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഉഷ്ണം കൂടുതലായിരുന്നോ കുറവായിരുന്നു? കൂടുതലായിരുന്നു അല്ലേ? സൂര്യനിൽ നിന്ന് വരുന്ന താപരശ്മികളിൽ നേരിട്ട് താപമില്ല. അതിൽ ഇൻഫ്രാറെഡ് വേവ്സ് ഉണ്ട്. അത് ഭൂമിയിൽ തട്ടി തിരിച്ചു പോകുമ്പോഴാണ് ഹീറ്റ് വേവ്സ് ആവുന്നത്. ആ ഇൻഫ്രാറെഡ് വേവ്സിന് കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഗ്യാസുകൾ ആഗിരണം ചെയ്താണ് താപം ഹീറ്റാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് നിങ്ങളൊരു മുറിയിൽ ആൾക്കാർ കൂടുമ്പോൾ ഫാൻ ഇട്ടാലും നിങ്ങൾ കൂടുതൽ വേർക്കുന്നത് നിങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. കാരണം മുറിയിൽ ഒരുപാട് ആൾക്കാരായി കഴിഞ്ഞാൽ ഉച്ഛ്വാസവായു കാരണം കാർബൺ ഡയോക്സൈഡ് ഒരുപാട് കൂടും. ഈ കാർബൺ ഡയോക്സൈഡ് ഇൻഫ്രാറെഡിനേക്ക് ആഗിരണം ചെയ്ത് അബ്സോർബ് ചെയ്ത് മുറിയിലെ താപനില വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരു ചൂടും വേർപ്പും ഒക്കെ ഉണ്ടാവുന്ന സ്വാഭാവികം. അപ്പം ഇതുപോലെ മരങ്ങൾ മുറിച്ച് മാറ്റിക്കൊണ്ടിരുന്നാൽ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്ത് മാറ്റപ്പെടില്ല. പ്രകൃതിയിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുമ്പോൾ ചൂട് കൂടും, ആഗോള താപനത്തിന് കാരണമാവും. എന്നാൽ മരങ്ങൾ കൂടുന്തോറും അവർ കാർബൺ ഡയോക്സൈഡിനൊക്കെ വലിച്ചെടുത്ത് ഓക്സിജനാക്കി തരികയും ചെയ്യും. കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും. നമ്മുടെ അന്തരീക്ഷം അധികം ചൂടാകാതെ സംരക്ഷിക്കുകയും ചെയ്യും. ഈ കാർബൺ ഡയോക്സൈഡിനെ മരങ്ങൾ ആഗിരണം ചെയ്ത് പ്രകൃതി ചൂടാകാതെ സംരക്ഷിച്ചു തരും. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ റോഡ് വികസനത്തിന് വേണ്ടി 10 കോടിയിലധികം മരങ്ങളാണ് ഇന്ത്യയിൽ മൊത്തം മുറിച്ചു മാറ്റപ്പെട്ടത്. പകരം നട്ടതോ 10 ലക്ഷത്തെ താഴെ വൃക്ഷത്തൈകൾ. ഇത് പലതും പരിപാലിക്കപ്പെട്ടുമില്ല. 1 ലക്ഷം മരങ്ങൾ പോലും പകരം ഉണ്ടാവുന്നില്ല. ഈ ഗതി തുടർന്നാൽ, ഈ ആഗോള താപനം കൂടി വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് ഓർക്കൂ. ഈ ചൂട് കൂടി കഴിഞ്ഞാൽ ഹിമാലയത്തിലെ മഞ്ഞ് മുഴുവൻ ഉരുകി അത് വെള്ളമായിട്ട് ഈ ഭൂമി മുഴുവൻ പ്രളയമാകും. ഒരു വൻ പ്രളയം നമ്മളെ കാത്തിരിക്കുന്നു. അത് വരാൻ അനുവദിക്കണോ അതോ അത് തടയണോ? ഇതാര് തീരുമാനിക്കണം? നാം തീരുമാനിച്ച് നടപ്പിലാക്കണം. വൃക്ഷങ്ങൾ മുറിക്കുന്നത് പരമാവധി കുറയ്ക്കൂ. നടുന്ന ഓരോ വൃക്ഷത്തിനും പകരം വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കൂ. ഗവൺമെന്റ് വനമഹോത്സവമൊക്കെ ആഘോഷിക്കുന്നത് ഈ കാര്യം ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ്. ആ ബോധവൽക്കരണം ഉൾക്കൊണ്ട് പെരുമാറൂ. പ്രകൃതി നമുക്ക് നൽകിയ ഒരു ഉഗ്രൻ വരദാനമായ മരങ്ങളെ സംരക്ഷിക്കാൻ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് മരസംരക്ഷണം നമ്മുടെ ഒരു കർത്തവ്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം. നമുക്കെല്ലാം നല്ലത് വരട്ടെ.